സ്വാഗതം. നോക്കി വരാം വാർത്തകൾ അതിവേഗത്തിൽ. നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുത്ത് NDA യോഗം. സർക്കാർ രൂപീകരണം വേഗത്തിലാക്കി NDA സംഘം ഇന്ന് രാഷ്ട്രപതിയെ കാണില്ല. RSS മേധാവി മോഹൻ ഭഗത്തും ദില്ലിയിലേക്ക്. നിർണായക NDA യോഗം ദില്ലിയിൽ പൂർത്തിയായി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ കർശന ഉപാധികൾ മുന്നോട്ട് വെച്ച് ചന്ദ്രബാബു നായിഡുവും JDUവും. സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ വേണമെന്ന് TDP. 3 ക്യാബിനറ്റ് പദവി ആവശ്യപ്പെട്ട് JDU. സത്യപ്രതിജ്ഞ ശനിയാഴ്ചയെന്ന് സൂചന. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദിയെന്ന് മല്ലികാർജുൻ ഖാർഗെ. ഇടതുമുന്നണി യോഗം സമാപിച്ചു. മോദിയുടെ വർഗീയ പ്രചാരണത്തിനെതിരായ ജനവിധിയെന്ന് സീതാറാം യെച്ചൂരി. NDAയ്ക്കുണ്ടായ തിരിച്ചടിയുടെ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനങ്ങളിലും. മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷത്തെ 12 MLAമാർ ശരത് പവാർ പക്ഷത്തേക്കെന്ന് സൂചന. മോദിയുടെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കണമെന്ന് ഉദ്ധവ് താക്കറെ. ജനാധിപത്യം അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ ജനവിധി അംഗീകരിക്കുന്നു. ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും മുഖ്യമന്ത്രി. BJPക്കെതിരെയുള്ള വിധിയെഴുത്താണ് ഉണ്ടായതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് കോൺഗ്രസുകാരെന്ന് ഗോവിന്ദ് മാസ്റ്റർ. LDFനുണ്ടായ പാളിച്ചകൾ പരിശോധിക്കുമെന്ന് ബിനോയ് വിശ്വം. മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃശൂരിൽ സംഘപരിവാറിന് നട തുറന്നു നൽകിയത് TN പ്രതാപൻ തന്നെയെന്ന് യൂത്ത് കോൺഗ്രസ്. പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ. കോൺഗ്രസിന്റെ വർഗീയ നിലപാടുകളാണ് മുരളിയുടെ തോൽവിക്ക് കാരണമെന്ന് പത്മജ വേണുഗോപാൽ. ആലത്തൂരിൽ പാളിച്ചു പറ്റിയെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ സംഘടനാ വീഴ്ചയുണ്ടായെന്ന് ശശി തരൂർ. UDF NDA സ്ഥാനാർത്ഥികൾ പണമിറക്കി വോട്ട് കച്ചവടം നടത്തിയെന്ന് പന്ന്യൻ രവീന്ദ്രൻ. പണത്തിന്റെ കുത്തൊഴുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ബാധിച്ചുവെന്നും പന്ന്യൻ രവീന്ദ്രൻ. BJPക്കെതിരെയുള്ള വിധിയെഴുത്താണ് കേരളത്തിലുണ്ടായതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തൃശൂരിൽ കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് ലഭിച്ചു. LDF വോട്ടുകൾ വർദ്ധിച്ചു. കേരളത്തിൽ UDFന് 5% വോട്ട് കുറഞ്ഞെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിജയത്തിന് അടുത്തുള്ള പരാജയമാണ് ആറ്റിങ്ങലിൽ സംഭവിച്ചതെന്ന് V ജോയ്. BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്ന പ്രചാരണം അവസാന നിമിഷത്തിൽ കോൺഗ്രസിന് അനുകൂലമായി. കോൺഗ്രസ് വോട്ടുകൾ കുറഞ്ഞെന്നും V ജോയ് പറഞ്ഞു. മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ പോസ്റ്റർ. പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും പോസ്റ്ററിൽ. തൃശൂരിൽ സംഘപരിവാറിന് കോൺഗ്രസ് നട തുറന്നുകൊടുത്തുവെന്ന് യൂത്ത് കോൺഗ്രസ്. കെ മുരളീധരന്റെ സ്ഥിതി ഇതാണെന്ന് സാധാരണ പ്രവർത്തകരുടെ അവസ്ഥ എന്താകുമെന്നും യൂത്ത് കോൺഗ്രസ്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് പരിശോധിക്കുമെന്ന് KC വേണുഗോപാൽ. സംഘടനാ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്നും KC വേണുഗോപാൽ.
തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ സംഘടനാ വീഴ്ചയുണ്ടായെന്ന് ശശി തരൂർ. കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് സംഘടനാ വീഴ്ചയുണ്ടായത്. ഈ മണ്ഡലങ്ങളിൽ പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ തിരിച്ചടിയായി എന്നും വിഷയം പരിശോധിക്കുമെന്നും ശശി തരൂർ പറഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഗുരുതര പരിക്കേറ്റ് കിടപ്പിലായ വടകരയിലെ അനുരൂപിന്റെ വീട് നിർമ്മാണം ഏറ്റെടുത്ത് കേരള പോലീസ് അസോസിയേഷൻ. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് വടകര ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സേലം ഡിവിഷനിലെ വിവിധ സെക്ഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകൾ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനുകളിൽ പോകില്ല. ആലപ്പുഴയിൽ റോഡരികിൽ നിൽക്കുന്ന മരം അപകട ഭീഷണിയാകുന്നതായി ആക്ഷേപം. AM റോഡിൽ താലൂക്ക് ആശുപത്രിക്കും ആശ്രമം സ്കൂൾ ജംഗ്ഷനും ഇടയിലാണ് ഉണങ്ങിക്കേടുവന്ന് നിലംപതിക്കാറായ മരം നിൽക്കുന്നത്. മഴയും കാറ്റും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കേടുവന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പത്തനംതിട്ട ജില്ലാ കോടതി സമുച്ചയത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങി അമ്മൂമ്മയും ചെറുമകളും. ഫയർഫോഴ്സ് ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ച് ഇരുവരെയും പുറത്തെടുത്തു. കോടതി ജീവനക്കാരി ലീലാമ്മ, ഇവരുടെ ചെറുമകൾ ഹൃദയ എന്നിവരാണ് കുടുങ്ങിയത്. മാരക മയക്കുമരുന്നായ MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച MDMA-യാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ വയനാട് സ്വദേശികളായ മീനങ്ങാടി കെ അഖിൽ, മുഹമ്മദ് അസ്നാഫ്, അഴകൻ പറമ്പിൽ വീട്ടിൽ വിഷ്ണു മോഹൻ എന്നിവരെയാണ് വയനാട് ജില്ലാ പോലീസ് പിടികൂടിയത്. മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ UK, റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റ്, PMS ദന്തൽ കോളേജ് എന്നിവർ ചേർന്ന് വെട്ടുകാട് ബീച്ചിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. മന്ത്രി V ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ ഇന്ത്യ ഹെഡ് രഞ്ജിത്ത്, കൗൺസിലർ ക്ലീറ്റർസ് റൊസാരിയോ, ഡോക്ടർ രാജേഷ് പിള്ള, അനി ടി നായർ, ക്രഡായ് വൈസ് പ്രസിഡന്റ് അരുൺ A ഉണ്ണിത്താൻ, റോട്ടറി ക്ലബ് പ്രതിനിധി വിൽസൺ ജോർജ് എന്നിവർ സംസാരിച്ചു. BJPക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 63 സീറ്റ് കുറഞ്ഞു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വൻ മുന്നേറ്റം നടത്തി. തൃണമൂൽ കോൺഗ്രസും നില മെച്ചപ്പെടുത്തി. BJD, BSP, BRS പാർട്ടികൾ തകർന്നടിഞ്ഞു. ലോക്സഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP-യായി BJPയുടെ ശാംഭവി ചൗധരി. വടക്കൻ ബീഹാറിലെ സമസ്തിപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയ ശാംഭവി ചൗധരിക്ക് 25 വയസ്സ് മാത്രമാണ് പ്രായം. ഉത്തരകാശി സഹസ്ര ട്രക്കിങ്ങിന് പോയ 22-അംഗ സംഘത്തിലെ 4 പേർ മരിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് 13 പേർ ഹിമാലയൻ ട്രക്ക് റൂട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ച ഭരണകൂടം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA നേരിട്ട കനത്ത തിരിച്ചടിയിൽ പ്രതികരിച്ച് യൂട്യൂബർ ധ്രുവ് റാട്ടി. സാധാരണക്കാരന്റെ അധികാരത്തെ വിലകുറച്ച് കാണരുതെന്ന് ധ്രുവ് റാട്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. BJPക്ക് അടിപതറിയതിൽ ധ്രുവ് വലിയ പ്രശംസ നേടിയിരുന്നു.
ബി.ജെ.പിക്ക് സീറ്റ് കുറയാൻ കാരണം മോദിയുടെ ഏകാധിപത്യ സ്വഭാവമെന്ന് മുതിർന്ന ബി.ജെ.പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി. തിരിച്ചടി നേരിടുമെന്ന് പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയതായിരുന്നുവെന്നും അത് നരേന്ദ്രമോദി ചെവിക്കൊണ്ടില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി. നരേന്ദ്രമോദിയെ ജനങ്ങൾ തള്ളിയെന്നും മോദി രാജിവെക്കണമെന്നും മമതാ ബാനർജി. മോദി പല പാർട്ടികളെയും തകർത്തു. ഇപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന്റെ മനോവീര്യം തകർത്തു. ധാർമ്മികതയുടെ പേരിൽ മോദിയും അമിത്ഷായും രാജിവെക്കണമെന്നും മമതാ ബാനർജി. ഗാസയിൽ വെടിനിർത്തലിന് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൽ ഇരു കക്ഷികളും വ്യക്തമായ നിലപാട് അറിയിക്കണമെന്ന് ഖത്തർ. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുന്നതിനുള്ള ഉടമ്പടിയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഖത്തർ. വടക്കേ അമേരിക്കയിൽ ആദ്യ വനിതാ പ്രസിഡന്റായി ഇടതുപക്ഷ നേതാവ് ക്ലൗഡിയ ഷെൻബോം. നൊബേൽ സമ്മാനം ലഭിച്ച കാലാവസ്ഥാ ശാസ്ത്രജ്ഞ കൂടിയാണ് ക്ലൗഡിയ ഷെൻബോം. പോർച്ചുഗലിൽ വ്യോമാഭ്യാസത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടു. സംഭവം ഖേദകരമെന്ന് വ്യോമസേന. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങളോടനുബന്ധിച്ച് ഖത്തറിൽ ഇക്കോ വൈബ് സംഘടിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിലായി 5000 കേന്ദ്രങ്ങളിലാണ് പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുവൈത്തിൽ പ്രഖ്യാപിച്ച പൊതുമാപ്പിന്റെ കാലാവധി നീട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. പൊതുമാപ്പ് അവസാനിക്കാൻ 14 ദിവസം മാത്രമാണുള്ളത്. ആനുകൂല്യം ഉപയോഗിക്കാതെ രാജ്യത്ത് തുടരുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ. ദുബായിൽ വൻ ബീച്ച് വികസന പദ്ധതി വരുന്നു. അൽമംസാർ ബീച്ചിന്റെ 2 ഭാഗങ്ങളെ ബന്ധിപ്പിച്ച് കടലിൽ നടപ്പാലം നിർമ്മിക്കും. ബീച്ച് വികസനത്തിന് 35.5 കോടി ദിർഹമിന്റെ പദ്ധതിയാണ് ദുബായ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചത്. ലോകത്തെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി അജ്മാനും. ആഗോളതലത്തിൽ സുരക്ഷിതമായ 10 നഗരങ്ങളുടെ കൂട്ടത്തിലാണ് UAE-യിലെ 7 എമിറേറ്റുകളിലൊന്നായ അജ്മാൻ ഇടം പിടിച്ചത്. സുവർണ നഗരിയായ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ കുതിപ്പ്. 5 മാസത്തിനിടെ റിയൽ എസ്റ്റേറ്റ് വിൽപ്പന 25.4% വർദ്ധിച്ച് 18,687 കോടി ദിർഹത്തിലെത്തി. ഇടപാടുകളിൽ കൈവരിക്കാനായത് 30% വളർച്ച. ഇന്ത്യൻ വിമാന കമ്പനിയായ ആകാശ എയറിന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അനുമതി. സൗദിക്കും ഇന്ത്യക്കുമിടയിൽ ജൂൺ 8 മുതൽ സർവീസ് ആരംഭിക്കുന്നതിനാണ് അനുമതി ലഭിച്ചത്. ഈ മാസം 8 മുതൽ ജിദ്ദയിൽ നിന്നും അഹമ്മദാബാദ്, മുംബൈ സെക്ടറുകളിലേക്ക് സർവീസ് തുടക്കമാകും.
ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ 366 പേരെ വ്യാജ പാസ്പോർട്ടുമായി പിടികൂടി. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. കോടതി വിധി അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. മൂന്ന് മലയാള ചിത്രങ്ങൾ ജൂൺ 7-ന് തിയേറ്ററുകളിലേക്ക്. ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രമാവുന്ന ജമാലിന്റെ പുഞ്ചിരി, ദിലീഷ് പോത്തൻ, സണ്ണി വെയിൻ എന്നിവരുടെ ഗോളം, മണിക്കുട്ടൻ പ്രധാന വേഷം ചെയ്യുന്ന ശ്രീമുത്തപ്പൻ തുടങ്ങിയ ചിത്രങ്ങളാണ് റിലീസിനെത്തുക. കുടുംബത്തിലേക്ക് പുതിയ അതിഥി എത്തിയതിന്റെ വിശേഷം പങ്കുവച്ച് യുവനടൻ സിജു വിൽസൺ. തനിക്കും ഭാര്യ ശ്രുതിക്കും ഒരു മകൾ കൂടി പിറന്നെന്ന സന്തോഷം പങ്കിടുകയാണ് സിജു. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സിജു സണ്ണി, സോഷ്യൽ മീഡിയയിലെ ഹിറ്റ് താരങ്ങളായ സാഫ് ബോയ്, ജോയ്മോൻ, ജ്യോതിർ, ഹാഷിർ, അലൻ, വിനായക്, അജിൻ ജോയ് തുടങ്ങിയവരാണ് വാഴയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ബേസിൽ ജോസഫാണ് മറ്റൊരു പ്രധാന താരം. വിജയെ നായകനാക്കി പ്രഭുദേവ സംവിധാനം ചെയ്ത ചിത്രം പോക്കിരി റീ-റിലീസിന് ഒരുങ്ങുന്നു. 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യകളിലൂടെ റീമാസ്റ്റർ ചെയ്താണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വിജയുടെ പിറന്നാൾ ദിനത്തിന് തലേ ദിവസം ജൂൺ 21-നാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്നത്. ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന സിനിമ കൽക്കി 2898 AD റിലീസിന് ഒരുങ്ങുന്നു. നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രഭാസും ദീപിക പദുക്കോണും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒന്നിലധികം ഭാഷകളിലായി ജൂൺ 27-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ട്രെയിലർ ജൂൺ 10-ന് റിലീസ് ചെയ്യും. ആവേശം നിറച്ച ടർബോ ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടു. മമ്മൂട്ടി നായകനായി വേഷമിട്ട ടർബോയുടെ ക്ലൈമാക്സ് ഫൈറ്റ് രംഗത്തിന്റെ വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 2024-ൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതായിരുന്നു. മോഹൻലാലിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യാനിരുന്ന റംബാൻ ഉപേക്ഷിക്കുന്നു. തിരക്കഥയുമായി ബന്ധപ്പെട്ട കാരണത്തിനാലാണ് റംബാൻ ഉപേക്ഷിക്കുന്നതെന്നാണ് വിവരം. മറ്റൊരു ചിത്രം സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ജോഷി. വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ദ ഗോട്ടിന്റെ പുതിയ അപ്ഡേറ്റ് എത്തി. ചിത്രത്തിന്റെ ശ്രീലങ്കൻ ഷെഡ്യൂൾ പൂർത്തിയായെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് കൂടി കഴിഞ്ഞാൽ സിനിമയുടെ ചിത്രീകരണം മൊത്തത്തിൽ പൂർത്തിയാകുന്നതായാണ് വിവരം. ഇന്ത്യയിൽ 71 ലക്ഷം വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ നിരോധിച്ചു. സ്വകാര്യതാ നയങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള അക്കൗണ്ടുകൾക്കെതിരെയാണ് ഈ നടപടി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.